Next question. Determine whether the posets set 1, 2, 3, 4, 5, divisibility and relation, and determine whether the poset, രണ്ട് പോസറ്റ് ആണ് വന്നിരിക്കുന്നത്. അടുത്തത് സെറ്റ് 1, 2, 4, 8, 16. are lattices. Determine whether the posets 1, 2, 3, 4, 5 and 1, 2, 4, 8, 16 രണ്ടും ഡിവിസിബിലിറ്റി വെച്ചിട്ട് പോസറ്റ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ തൊട്ട് മുന്നിലത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഇസഡ് പ്ലസിൻ്റെ കേസിൽ നമുക്ക് ജനറലായിട്ട് നമ്മൾ പറഞ്ഞാൽ മതി. കാരണം ഇസഡ് പ്ലസിനകത്ത് എല്ലാ ഇൻഡിജേഴ്സും വരും. ഇസഡ് പ്ലസിനകത്ത് എല്ലാ പോസിറ്റീവ് ഇൻഡിജേഴ്സും വരുന്നത് കൊണ്ട് തൊട്ട് മുന്നിലത്തെ പ്രോബ്ലത്തിൽ നമുക്ക് അതൊരു പോസിറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്താലും അതിൻ്റെ LCMഉം GCD എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഒരു ഫൈനൈറ്റ് സെറ്റ് ആയതുകൊണ്ട് എല്ലാം തമ്മിൽ റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പം നമുക്ക് ആദ്യത്തെ സെറ്റ് എടുത്താൽ നമുക്കറിയാം 1, 1 റിലേഷൻ ഉണ്ട്. 1, 2 തമ്മിൽ 1ൻ്റെ എല്ലാത്തിനുമായിട്ട് റിലേഷൻ ഉണ്ട്. 1, 3 ഉണ്ട്. 1, 4 ഉണ്ട്. 1, 5 ഉണ്ട്. 2ൻ്റെ കേസിൽ 2, 2, 2, 4 വരുള്ളൂ അല്ലേ. 2, 2ഉം 2, 4 ഉള്ളൂ. 3ഉം 5ഉം ആയിട്ട് റിലേഷൻ ഉണ്ട് ഡിവിസിബിലിറ്റി ആയതുകൊണ്ട്. 3യുടെ കേസിൽ 3ക്ക് 3യോട് മാത്രമേ ഉള്ളൂ. 4ന് 4നോട് മാത്രമേ ഉള്ളൂ. 5ന് 5നോട് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു നമ്മൾ വരയ്ക്കുവാണെങ്കിൽ നമുക്കിവിടെ 1 വരയ്ക്കാം, 2, 3, 5. കാരണം 3ക്കും 5നും ഒന്നും 2നും കോമൺ ആയിട്ടൊന്നും ഇല്ല. 4 നമുക്ക് ഇവിടെയും വരയ്ക്കാം. അപ്പം ഇത് 1 ആണ്. ലൂപ്സ് ഒന്നും നമുക്ക് വരയ്ക്കേണ്ട കാര്യമില്ല. 1, 2 ലൂപ്സ് നമ്മൾ കട്ട് ചെയ്തു, വരയ്ക്കേണ്ട കാര്യമില്ല. 1, 2ഉം 2, 4ഉം ഉള്ളപ്പം നമുക്ക് 1, 2, 2, 4 ഉള്ളപ്പം 1, 4 കട്ട് ചെയ്യാം. പിന്നെ 1, 3 സ്റ്റാർട്ട് ചെയ്തൊന്നുമില്ല. 1, 5 അപ്പോൾ അതെല്ലാം വേണം. അപ്പോൾ നമുക്ക് 1, 2, 1, 3, 1, 5, 2, 4 ഇതാണ് നമ്മുടെ ലാറ്റിസ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കണം ഏത് രണ്ട് പേരെടുത്താലും അവ തമ്മിൽ നമുക്കൊരു പാത്തുണ്ടോ, അവ തമ്മിൽ നമുക്കൊരു കോമൺ ആയിട്ട് എൻഡ് ചെയ്യുന്നൊരു പാത്തുണ്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 1ഉം 2ഉം എടുത്താൽ പാത്തുണ്ട്. 1 എല്ലാത്തിനുമായിട്ട് റിലേഷൻ ഉണ്ട്. അപ്പോൾ 1 സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാത്തിനും പ്രശ്നമില്ല. 1ഉം 2ഉം 1ൻ്റെ ഏത് കോമ്പിനേഷൻ എടുത്താലും അതിനെല്ലാം ലീസ്റ്റ് എലമെൻറ്റും ഉണ്ട്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഉണ്ട്. പക്ഷേ നമ്മൾ 2ഉം 3യും കൂടെ നോക്കിയാലോ, 2ൻ്റെയും 3ക്കും കൂടെ 2നും 3ക്കും ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഉണ്ടോ? 2ൽ നിന്ന് 3ലോട്ടോ 3ൽ നിന്ന് 2ലോട്ടോ പറ്റിയില്ല. 2ൽ നിന്ന് ആകെ പോകുന്നത് 4ലോട്ടാണ്. 3ൽ നിന്ന് 3ലോട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പം 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 അല്ല, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇല്ല. അപ്പം 2നും 3യും കൂടെ കോമൺ ആയിട്ട് പോകാവുന്ന ഒരു 2ൽ നിന്നും 3ൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് കോമൺ ആയിട്ട് എൻഡ് ചെയ്യുന്ന ഒരു പാത്ത് പോലും ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഫിഗർ വെച്ച് പറയുവാണെങ്കിൽ അങ്ങനെ, അല്ലാതെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് 2ൻ്റെയും 3യുടെയും കൂടെ ലീസ്റ്റ് അപ്പർ ബൗണ്ടായിട്ട് ശരിക്കും വരേണ്ടത് ആരാ? 6 അല്ലേ. രണ്ടിനെയും കൂടെ ഡിവൈഡ് ചെയ്യുന്ന ഒരു അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 6 ഉള്ളൂ. 6 എടുക്കുകയാണെങ്കിൽ 2 / 6 ആണ്. 2ഉം 3യുടെ LCM ആണ് വരേണ്ടത്. 2ൻ്റെയും 3യുടെ LCM 6 ഈ സെറ്റിലില്ല. അപ്പം നമുക്ക് ഈ സെറ്റ് ഒരു പോസറ്റ് അല്ല എന്ന് നമുക്ക് ലാറ്റിസ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് എഴുതിക്കോ. വേണമെങ്കിൽ ഇതിൻ്റെ ലാറ്റിസിൻ്റെ ഫിഗറും കൂടെ വരച്ചു കേട്ടോ. ലാറ്റിസിൻ്റെ ഫിഗറും കൂടെ വരച്ചിട്ട് നമുക്ക് പറയാം. Two and three have no upper bound in. ഈ സെറ്റിൽ എടുക്കുമ്പോഴാണ് അപ്പർ ബൗണ്ട് ഇല്ലാത്തത് കേട്ടോ. ഫുൾ ഇസഡ് പ്ലസ് ആയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇവിടെ 2, 3യുടെ അപ്പർ ബൗണ്ടായിട്ട് വരാൻ പറ്റുന്നത് 6ഓ അതിന് മൾട്ടിപ്പിൾസോ ഉള്ളൂ. പക്ഷേ 6ഓ മൾട്ടിപ്പിൾസോ ഈ സെറ്റിലില്ല. അപ്പോൾ നമ്മൾ പറയും 2 and 3 have no upper bounds in the set 1, 2, 3, 4, 5. 2 and 3 have no upper bound in the set 1, 2, 3, 4, 5. So it does not have a least upper bound. ഇപ്പോൾ 2ക്കും 3ക്കും അപ്പർ ബൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഇല്ല. 2 and 3 have no upper bound in the set. Therefore 2 and 3 have no least upper bound. Therefore the poset 1, 2, 3, 4, 5 under divisibility is not a. സിമ്പിൾ എഴുതിയാൽ മതി ഇത്.
ഇങ്ങനെ എഴുതിയാൽ മതി. ദ പോസെറ്റ് 1 2 3 4 5 1 ഈസ് നോട്ട് എ ലാറ്റിസ്, ഈസ് നോട്ട് എ ലാറ്റിസ്. അടുത്ത നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് 1 2 4 8 16 അണ്ടർ ഡിവിസിബിലിറ്റിയാണ്. 1 2 4 8 16 ആണ്. 1 2 4 8 16 അണ്ടർ ഡിവിസിബിലിറ്റിയാണ്. അപ്പം നമുക്കറിയാം 1ൻ്റെ മൾട്ടിപ്പിളാണ്, 1ന് മൾട്ടിപ്പിളാണ് 2, 2ൻ്റെ മൾട്ടിപ്പിളാണ് 4, 4ൻ്റെ മൾട്ടിപ്പിളാണ് 8, 8ൻ്റെ മൾട്ടിപ്പിളാണ് 16. അപ്പോൾ നമ്മളിത് ഫിഗർ വരയ്ക്കുവാണെങ്കിൽ ഇതെല്ലാം നേരെ സ്ട്രെയിറ്റ് ആയിട്ടല്ലേ പോവുള്ളൂ. 1ൽ നിന്ന് 2, 2ൽ നിന്ന് 4, 4ൽ നിന്ന് 8, 8ൽ നിന്ന് 16. ഇതിങ്ങനെയല്ലേ വരുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഏത് രണ്ട് പെയർ എടുത്താലും അതിന് അപ്പർ ബൗണ്ടും ഉണ്ട്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ഉണ്ട്, ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഉണ്ട്. സോ ഇതൊരു പോസെറ്റാണ്. ഈ പോസെറ്റ് ലാറ്റിസാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം നമുക്ക് ഏത് പെയർ എടുത്താലും അതിൻ്റെ എൽ സി എം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ജി സി ഡി, കാരണം 1 ഉള്ള സെറ്റാണെങ്കിൽ 1 അതിൻ്റെ ജി സി ഡി വരും. അല്ലാത്തതിനെല്ലാം അതിൻ്റെ ലോവസ്റ്റ് എലമെൻറ്റ്, ഇപ്പോൾ 2ഉം 4ഉം ആണെങ്കിൽ 2 ആണ് ജി സി ഡി, 4ഉം 8ഉം ആണെങ്കിൽ 4 ആണ് ജി സി ഡി, 4ഉം 16 ആണെങ്കിൽ 4 ആണ് ജി സി ഡി വരും. അപ്പോൾ ആ സെറ്റിലെ എലമെൻറ്റ്, ഒരു എലമെൻറ്റ് അതിനകത്തെ നമ്മൾ എടുക്കുന്ന പെയറിലെ ലീസ്റ്റ് എലമെൻറ്റ് അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടാണ്, അതിൻ്റെ വലിയ എലമെൻറ്റ് അതിൻ്റെ എൽ സി എം അല്ലെങ്കിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ടായിട്ടുമാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഈ സെറ്റിൻ്റെ കേസിൽ എവരി 2 എലമെൻറ്റ്സ് ഓഫ് ദ പോസെറ്റ് സെറ്റായിട്ട് എഴുതുക. സെറ്റ് 1 2 4 5 8 16, divisibility. Every 2 elements of the poset have both a least upper bound and a greatest lower bound. Every 2 elements of the poset set 1 2 4 8 16 divisibility have both a least upper bound, and a greatest lower bound. Every 2 elements of the poset have both a least upper bound and a greatest lower bound. The least upper bound of 2 elements in this poset is the larger of the elements. The least upper bound of 2 elements in this poset is the larger of the elements. The least upper bound of 2 elements in this poset is the larger of the elements. And the greatest lower bound of 2 elements is the smaller of the elements. The least upper bound of 2 elements is in this poset is the larger of the elements, and the greatest lower bound of 2 elements is the smaller of the elements. The least upper bound of 2 elements in this poset is the larger of the elements, and the greatest lower bound of 2 elements is the smaller of the elements. കാരണം നമുക്ക് ഇത് തമ്മിലൊരു ഫുള്ളി ടോപ്പിലോട്ട് പോകുന്ന റിലേഷൻ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ ആർബിട്രറി ആയിട്ട് 2ഉം 16ഉം എടുത്താൽ 2ഉം 16ഉം അങ്ങോട്ട് 2 ഡിവൈഡ് 16 ആയതുകൊണ്ട് 2 അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും 16 അതിൻ്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പോൾ അതിൻ്റെ ലീസ്റ്റ് എലമെൻറ്റ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. അപ്പം അതിലെ വലിയ എലമെൻറ്റ് അതിൻ്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അങ്ങനെയാണ് വരുന്നത്. ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് 2 എലമെൻറ്റ്സ് ഇൻ ദിസ് പോസറ്റ് ഇസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ഓഫ് ദി നമ്പർ, ആൻഡ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് 2 എലമെൻറ്റ്സ് ഇസ് ദ സ്മോളർ ഓഫ് ദി എലമെൻറ്റ്സ്. Therefore it is a lattice. Therefore this is a lattice. ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഡിറ്റർമിൻ വെദർ the poset P of S subset is a lattice where S is a set. Determine whether P of S subset is a lattice where S is a set. അപ്പോൾ ഇവിടെ സെറ്റ് എസ് എടുത്തു. എസിൻ്റെ പവർ സെറ്റിലാണ് നമ്മൾ പോസറ്റ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പം പവർ സെറ്റ് നമ്മളൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ചെയ്ത
സെറ്റ് എ ബി സിയുടെ പോസിറ്റ് ഹസാർഡ് ഡയഗ്രം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പം നിങ്ങൾ ഞാൻ ആ സെറ്റ് എസ് എന്ന് പറയുന്നത് ഇനി സെറ്റാകാം. നമ്മളിപ്പോൾ തൽക്കാലം നമ്മൾ സെറ്റ് എ ബി സി എന്നുള്ള എസ് ഇസ് ഈക്വൽ ടു സെറ്റ് എ ബി സിയുടെ ആ പോസിറ്റിൻ്റെ ഡയഗ്രം ആ ഹസാർഡ് ഡയഗ്രം നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ നമ്മളെന്താ നൾ സെറ്റ് വരച്ചു. പിന്നെ എ ബി സി എ സി ബി ഇവിടെ വരുന്നത് എ സി, ഇവിടെ നമുക്ക് എ ബി, ഇവിടെ ബി സി. ഇവിടെ എ ബി സി. നമുക്ക് ഇവ തമ്മിൽ ഇങ്ങനെ റിലേഷൻ ഉണ്ട്. ഇത് റിലേഷൻ ഇതായിരുന്നു. അപ്പോൾ നമ്മളിപ്പം ഇനി സെറ്റ് എയും സിയും എടുത്താൽ നമുക്കറിയാം എ സി അതിൻ്റെ ഒരു എയും സിയും കൂടെ എടുത്താൽ എ സി അതിൻ്റെ ഒരു അപ്പർ ബൗണ്ടാണ്. രണ്ടിനും കൂടെ കോമൺ ആയിട്ട് അതിലോട്ട് എത്താൻ പറ്റുന്നുണ്ട്. ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് നമുക്കതിൻ്റെ എക്കും സിയും കോമൺ ആയിട്ടൊന്നുമില്ല, പക്ഷേ അപ്പോൾ നൾ സെറ്റാണ് വരുന്നത്. ഇനി എ ബി എന്നുള്ള സെറ്റും ബി സി എന്നുള്ള സെറ്റും എടുത്താൽ ബി സി എന്നുള്ള സെറ്റും എടുത്താൽ അതിന് കോമൺ ആയിട്ട് വരുന്നത് എ ബി സി എന്നുള്ളതാണ് അതിൻ്റെ അപ്പർ ബൗണ്ട് വരുന്നത്, ലീസ്റ്റ് അപ്പർ ബൗണ്ട്. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടിൽ നിന്നും എ ബിയും ബി സിയുടെയും കൂടെ നോക്കിയേ, എ ബിയിൽ നിന്നും ബി സിയിലോട്ടും കോമൺ ആയിട്ട് വരാവുന്ന ഏത് പോയിന്റിൽ നിന്നാണ്? ബിയിൽ നിന്നാണ്. അപ്പം ബി ആണ് അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ. ബിയിൽ നിന്ന് ബി സിയിലോട്ടും പോകാം, എ ബിയിലോട്ടും പോകാം. അപ്പം ഈ രണ്ട് പോയിൻറ്റ്സ് നമ്മൾ എടുക്കുവാണെങ്കിൽ, ഈ രണ്ട് സെറ്റ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ അപ്പർ ബൗണ്ട് സെറ്റ് എ ബി സി, ലോവർ ബൗണ്ട് സെറ്റ് ബി യു അല്ലേ എന്ന് നോക്കിയാൽ. കാരണം ബിയിൽ നിന്ന് ഈ രണ്ട് സെറ്റിലോട്ടും പോകാം, എ ബിയും ബി സിയിൽ നിന്ന് ഈ സെറ്റിലോട്ട് പോകാം. അപ്പം എ ബി സി എന്നുള്ളത് ഈ രണ്ട് സെറ്റിൻ്റെയും എ ബി ബി സി എന്നുള്ള രണ്ട് സബ്സെറ്റുകളുടെ കോമൺ ആയിട്ട് എത്താവുന്ന പോയിൻ്റ് സെറ്റ് എ ബി സി ആയതുകൊണ്ട് ഇതായിരിക്കും സെറ്റ് എ ബി സി ആണ് അതിൻ്റെ ലോവർ ബൗണ്ടായിട്ട് ലീസ്റ്റ് അപ്പർ ബൗണ്ടായിട്ട് വരുന്നത്. ബി എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടായിട്ട് വരുന്നത്. അപ്പോൾ ആക്ച്വലി എന്താ, ഈ രണ്ട് സെറ്റിൻ്റെ ഇൻ്റർസെക്ഷനിൽ വരുന്നതല്ലേ ബി, ഈ രണ്ട് സെറ്റിൻ്റെ യൂണിയൻ വരുന്നതാണ് എ ബി സി. അപ്പോൾ നമ്മൾ എനി സെറ്റ് പി എസ് എടുത്താൽ പി ഓഫ് എസ് അതിൻ്റെ പവർ സെറ്റ് നമ്മൾ സബ്സെറ്റാണ് റിലേഷൻ വരുന്നതെങ്കിൽ നമുക്ക് എ സബ്സെറ്റ് ഓഫ് ബി ആവുമ്പോഴാണ് എയും ബിയും തമ്മിൽ റിലേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ എനി 2 പോയിൻറ്റ്സ് എടുത്താൽ അതിനകത്ത് കോമൺ എലമെൻറ്റ്സ് ചിലപ്പം കാണാം, കോമൺ എലമെൻറ്റ്സ് ഇല്ലാതെ വരാം. അപ്പോൾ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് സെറ്റ് എയുടെയും ബിയുടെയും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഇൻ്റർസെക്ഷൻ ബി ആയിരിക്കും. ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ യൂണിയൻ ബി യു ആയിരിക്കില്ലേ? ഏത് രണ്ട് പോയിൻറ്റ്സിനും കൂടെ കോമൺ ആയിട്ട് നമുക്ക് വരാവുന്നത്, കോമൺ എയിൽ നിന്നും ബിയിൽ നിന്നും കോമൺ ആയിട്ട് പോകാവുന്ന അതിൻ്റെ യൂണിയനിലോട്ടാണ്. അപ്പം ഗ്രേറ്റസ്റ്റ് കോമൺ ആയിട്ട് പോകാവുന്ന എ യൂണിയൻ ബി, കോമൺ ആയിട്ട് ഏതിൽ നിന്നാണ് വരാവുന്ന എ ഇൻ്റർസെക്ഷൻ ബിയിൽ നിന്ന്. അപ്പോൾ രണ്ട് സെറ്റ്, എനി സെറ്റ് ആർബിട്രറി ആയിട്ട് നമ്മൾ എയും ബിയും എടുത്താൽ എയിൽ നിന്നും ബിയിൽ നിന്നും കോമൺ ആയിട്ട് നമുക്ക് പോകാവുന്നത് എ യൂണിയൻ ബിയിലോട്ടാണ്. അതുകൊണ്ട് എ യൂണിയൻ ബി ആയിരിക്കും അതിൻ്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. രണ്ടിനും കൂടെ കോമൺ ആയിട്ട് പോകുന്ന ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് എ യൂണിയൻ ബി ആണ്. അതുകൊണ്ട് എ യൂണിയൻ ബി ആയിരിക്കും അതിൻ്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അതുപോലെ എയും ബിയും എവിടെ കിടന്നാലും ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് എയിലോട്ടും ബിയിലോട്ടും എത്തണമെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എയുടെയും ബിയുടെയും സബ്സെറ്റ് ആയിരിക്കും. എയുടെയും ബിയുടെയും കോമൺ ആയിട്ടുള്ള സബ്സെറ്റ് എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ആയിരിക്കും. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും വലുത് എ ഇൻ്റർസെക്ഷൻ ബി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏത് രണ്ട് സബ്സെറ്റ് എടുത്താലും അതിൻ്റെ ലീസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. എ ഇൻ്റർസെക്ഷൻ ബി ഏത് രണ്ട് സെറ്റ് എയും ബിയും എസിൻ്റെ സബ്സെറ്റ് ആകുമ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയും പി ഓഫ് എസിലെ എലമെൻ്റാണ്, എസിൻ്റെ സബ്സെറ്റാണ്. അതുപോലെ തന്നെ എയും ബിയും എസിലെ സബ്സെറ്റുകളാകുമ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയും എ യൂണിയൻ ബിയും എസിലെ എസിൻ്റെ സബ്സെറ്റുകളായതുകൊണ്ട് പി ഓഫ് എസിലുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഇതൊരു ഏത് രണ്ട് എലമെൻറ്റുകൾ തമ്മിലെടുത്താലും അതിന് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ലാറ്റിസാണ്. അപ്പോൾ ഇതിക്കും ലെറ്റ് എ ആൻഡ് ബി ബി 2 subsets of S. Let A and B be 2 subsets of S. Let A and B be 2 subsets of S. The least upper bound and the greatest lower bound
The least upper bound and the greatest lower bound of A and B are the least upper bound and the greatest lower bound of A and B are the least upper bound and the greatest lower bound of A and B are A union B and A intersection B. A union B and A intersection B respectively. The least upper bound and the greatest lower bound of A and B are A union B and A intersection B respectively. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ജസ്റ്റ് നമുക്ക് ഒന്ന് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ എ ആൻഡ് ബി ടു സബ്സെറ്റ്സ് ആണ് ഓഫ് എസ് ആണ് എങ്കിൽ എക്കും ബിക്കും കൂടെ കോമൺ ആയിട്ട് വരുന്നത് എ സെറ്റാണ്. എക്കും ബിക്കും കൂടെ കോമൺ ആയിട്ട് വരുന്നത് ഇൻ്റർസെക്ഷനേ ഉള്ളൂ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയിൽ നിന്ന് മാത്രമേ നമുക്ക് എയിൽ നിന്നും ബിയിലോട്ടുള്ള ഷോർട്ടസ്റ്റ് പാത്ത് കിട്ടത്തുള്ളൂ. അതുപോലെ എയിൽ നിന്ന് ബിയിലോട്ട് നമുക്ക് എയിൽ നിന്നും ബിയിൽ നിന്നും പോകാതെ എ യൂണിയൻ ബിയിലോട്ടാണ്. അപ്പം the least upper bound and the greatest lower bound of A and B are A union B and A intersection B respectively. The least upper bound and greatest lower bound of A and B are A union B and A intersection B respectively. Hence, ഇങ്ങനെ എഴുതുക, P of S subset S ഈ സിമ്പിൾ പോസിറ്റായിട്ട് P of S സബ്സെറ്റ് ഈസ് എ ലാറ്റിസ്. എല്ലാ പെയറുകൾക്കും ഒരു ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഉള്ളതുകൊണ്ട് ഇതൊരു ലാറ്റിസാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും.